രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഏറ്റെടുക്കുന്നു, അതിലിടപെടുന്നു, സമരം ചെയ്യുന്നു, അതിന് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ പ്രാധാന്യം. പണിയില്ലാതിരിക്കുന്നവരുടെയും മടിയന്മാരുടെയും ശബ്ദം എന്ന് പറഞ്ഞിട്ടാണ് CJP തുടങ്ങുന്നത് തന്നെ. ഈ തന്ത വൈബുള്ള ആളുകൾക്ക് ജെൻസിയുടെ വൈബിലേക്ക് എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവരവരുടേതായ രീതിയിൽ അവരുടെ ടൂൾസ്, അവർക്ക് കിട്ടിയ സാധനങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമരമായിട്ട് എനിക്ക് തോന്നിയത്. ജൂഡിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ മുഴുവൻ സമയവും മറ്റേ വാട്സപ്പിൽ തോണ്ടിയിരിക്കുന്നവനാണ് പ്രളയം വന്നപ്പോൾ ആദ്യമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ജെൻസിയാണ്, ജെൻസീസിൻ്റെ ആ ഒരു പൊളിറ്റിക്സും ആശയങ്ങളും ആൾക്കാർ കൂടി വരികയാണ്. ഒരു ബന്ധമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ അവിടെ വന്ന് പുള്ളി ആ പരിപാടിയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് പറഞ്ഞു പോകാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ വിഷയം പറയുന്നത്. എനിക്ക് തോന്നുന്നു അയാൾ ആദ്യമായിട്ടായിരിക്കും പബ്ലിക്കിൽ വന്ന് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. ഒന്ന്, അവർക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോലുള്ള ടൂൾസിൽ നല്ല നോളജ് ഉണ്ട്. 2, അവരുടെ നമ്പർ. വിവരമുള്ളവരും ഹൃദയമുള്ളവരും ഒക്കെ ഇറങ്ങി എന്നുള്ളത് എനിക്ക് തോന്നിയത്. നിങ്ങളല്ലേ പറഞ്ഞത് ജെൻസി ഒട്ടും സമൂഹത്തിനോട് പ്രതിബദ്ധത ഇല്ലാത്തവരാണ്, ഒരു രാഷ്ട്രീയ ബോധം ഇല്ലാത്തവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, ജെൻസി ഇപ്പൊ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതല്ലാണ്ട് അവരെ കൊണ്ടൊരു മന്ത്രിയെ തന്നെ രാജിവെപ്പിക്കാൻ പറ്റിയെന്ന് മനസ്സിലായില്ലേ? നമുക്കിട്ട നിങ്ങൾ പറയും 80s കിഡും 90s കിഡും പറയും, മില്ലേനിയേഴ്സും എല്ലാം പറയും. ഞാൻ ജെൻസി അല്ല, അത് ശരിയാണ്. ജെൻസി ഒരു സമരം നടത്തുന്നു, ഒരു ദേശീയ വിഷയത്തിൽ തന്നെ ഒരു സമരം നടത്തുന്നു. അതാണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഫോം ചെയ്ത ഒരു കൂട്ടായ്മ ഒരു സമരം നടത്തുന്നു. ആ സമരത്തിലൊരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മന്ത്രിയുടെ രാജ്യം ഉണ്ടാകുന്നു, അവരാവശ്യപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ സർക്കാർ അംഗീകരിക്കുന്നു. അതൊരു വലിയ വിജയം തന്നെയാണ്. നിങ്ങൾക്ക് അഹങ്കരിക്കാവുന്നതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞ എല്ലാ കാലത്തും ആ അപ്പുറത്തുണ്ടായിരുന്ന ഏറ്റവും പുതിയ തലമുറ തന്നെയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം തൊട്ടെടുത്തു കഴിഞ്ഞാൽ ആ കാലത്തുണ്ടായിരുന്ന ഒരു ആ യുവതലമുറ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ആനുകാലിക ഇന്ത്യയിൽ അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് അങ്ങനെ ഒരു ജെൻസി അല്ല, യുവത്വം ഏറ്റെടുത്താന്നുള്ളതല്ല, യുവത്വം എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നൊരു സമരമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ രോജ്ഗാറിന്റെ സമയത്ത് സമരം നടക്കുന്നുണ്ട്. വേറൊരു ഓരോ പോക്കറ്റിലും അക്കാദമിക് സ്ഥലങ്ങളിലും അതിന് മാറിയിട്ട് ഒരു ഭയങ്കര ജനകീയമായിട്ടുള്ളൊരു സമരം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഡൽഹിയിലേക്ക് ആളുകൾ വന്നിട്ടുള്ളൊരു സമരം. അത് നിങ്ങൾക്ക് കിട്ടിയൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ടൂൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ജെൻസി ഉപയോഗിച്ചു എന്നുള്ളത്. അത് 2 രീതിയിൽ, അതായത് ഇപ്പോൾ ഓൺ ഗ്രൗണ്ടിലും വലിയ രീതിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതേസമയം ഓൺലൈനിലും ഇതുപോലെ തന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താനും അവർക്ക് പറ്റും. ഞാൻ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ജെൻസിക്കെതിരെ എപ്പോഴും ഈ പറയുന്ന മുതിർന്ന ഇവർ എന്ന് അവകാശപ്പെടുന്ന തലമുറ പറയുന്ന ഒരു ആരോപണം മുഴുവൻ സമയം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു തോണ്ടൽ വെച്ചിട്ട് തന്നെ ഒരു നാഷണൽ വൈഡ് ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ അവർക്ക് പറ്റി എന്നുള്ളതാണ്. ജെൻസി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടസ്റ്റ് വിജയിപ്പിച്ചു. നമ്മൾ ഈ സിനിമയിലൊക്കെ, പണ്ടത്തെ സിനിമയിലൊക്കെ സമരങ്ങൾ കണ്ടിട്ടുള്ള ആ സമരം ചെയ്യുന്നവര് ഭയങ്കര സീരിയസ് ആയിട്ട് അവര് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, ആൾക്കാരെ അവെയർ ആക്കാൻ നോക്കുന്നു. പക്ഷെ അതേസമയം ഇവിടെ ഇപ്പൊ കണ്ടത് ആൾക്കാർ കാർട്ടൂൺസിന്റെ വേഷം കെട്ടി വരുന്നു, അവര് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്നു. അതെ, ഒരു മൊത്തത്തിൽ അവര് ഏതോ ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ പ്രൊട്ടസ്റ്റിന് വരുന്നു. അതെനിക്കൊന്ന് ഈ ഒരു തലമുറയുടെ പ്രത്യേകതയാണെന്ന് തോന്നല്ലേ. അവരായിട്ട് നിന്നുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ആൾക്കാരെ ഒന്നും ബോധിപ്പിക്കാനില്ല. അവരായിട്ട് നിന്നുകൊണ്ട് തന്നെ ഒരു സമരം നടത്തി അവരുടേതായ രീതിയിൽ അത് വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അത് ഞാനൊക്കെ സമരം ചെയ്ത സമയത്ത് മറ്റേ പോലീസിനെ പോടാ പുല്ലേ പോലീസ് എന്നുള്ള സാധനമാണ്. അതിനപ്പുറത്തേക്ക് പോലീസ് അങ്കിൾ എന്ന് പറയുക, പോലീസിൻ്റെ അടുത്ത് പോയി ഫ്ലേർട്ട് ചെയ്യുക, അവരെടുത്ത് ജലപീരങ്കി അടിക്കാമോ, ഞങ്ങൾക്ക് കുളിക്കണമെന്ന് പറയുക, അങ്ങനെയൊക്കെ പറയുന്നത്. അതിനെതിരെ ഒരു രീതിയിൽ വിമർശനം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണോ സമരം ചെയ്തത്, നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ടൊരു വിഷയത്തെ ഇങ്ങനെയാണോ കാണുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തന്ത വൈബുള്ള ആളുകൾക്ക് ജെൻസിയുടെ വൈബിലേക്ക് എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവരവരുടേതായ രീതിയിൽ അവരുടെ ടൂൾസ്, അവർക്ക് കിട്ടിയ സാധനങ്ങൾ അവർ ഏറ്റവും ക്രിയാത്മകമായിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു സമരമായിട്ട് എനിക്ക് തോന്നിയത്. അത് അവിടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും അങ്ങനെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മാവന്മാർ അവിടെ നിന്ന് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, നിങ്ങൾ അങ്ങനെയല്ല സമരം ചെയ്യണം, ഞങ്ങളെ കാലത്ത് ഇങ്ങനെയാണ് സമരം ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് തിരുത്തി ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് ജെൻസി കാണിച്ചു കൊടുത്തൊരു ഇതുകൂടിയാണ്. അത് സോഷ്യൽ മീഡിയയിൽ അവിടെയാണെങ്കിലും, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജലപീരങ്കി അടിക്കൂ, ഞങ്ങളൊന്ന് കുളിച്ചോട്ടെ അങ്കിൾ എന്നിങ്ങനെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുന്നത്, അതൊക്കെ കാണിക്കുമ്പോൾ അത് കൂടുതൽ അവിടുത്തെ വിഷ്വലാണെങ്കിൽ അത് കൂടുതൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ക്രിയേറ്റീവ്സ് ആയിട്ട് ഓടുന്നുണ്ടായിരുന്നു. അവിടെ പങ്കെടുക്കുന്നത് ജെൻസിയാണ് കൂടുതലെങ്കിലും, ജെൻസി മാത്രമൊന്നല്ല, കൂടുതലും പങ്കെടുത്ത ജെൻസികളാണ്. വളരെ ചുരുക്കം പേരാണ് ആ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ അവരൂടെ ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് വന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.
അത് ഈ ആർട്ടും ഹ്യൂമറും ആക്ച്വലി ഈ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാരിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അല്ല, അതിനകത്തൊരു പ്രൂവൻ സാധനമുണ്ട്. ഈ പറഞ്ഞ പോലെ സെറ്റയർ നേരത്തെ പറഞ്ഞ പോയിന്റ്, അത് നിങ്ങൾ ജൻസിക്ക് മാത്രമല്ല കുഞ്ചൻ നമ്പ്യാരുടെ കാലം തൊട്ടേ ഉള്ളതാണ്. ഒരു സീരിയസ് ഇഷ്യൂവെ ഭയങ്കര സറ്റയറിക്കലായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. ഈ CJP ആക്ച്വലി എടുത്ത അവരുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. അവരുടെ സ്ലോഗൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വോയിസ് ഓഫ് ലേസീസ് ആൻഡ് അൺഎംപ്ലോയിഡ് എന്നാണ്. പണിയില്ലാതിരിക്കുന്നവരുടെയും മടിയന്മാരുടെയും ശബ്ദം എന്ന് പറഞ്ഞിട്ടാണ് CJP തുടങ്ങുന്നത് തന്നെ. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഓടുന്നത്, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ മേഖല വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് കോമഡി ആയിട്ട് സറ്ററിക്കലായിട്ട് ഒരു സീരിയസ് ഇഷ്യൂ പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റവും ഏറ്റെടുക്കുന്നത്. ആ സ്ട്രാറ്റജി അറിയുന്നവരാണ് ഇവർ, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അഭിജിത് ദീപ്കൊക്കെ ആണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റാണ്. അവരുടെ ആ അറിവ് അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ ഏത് വഴി തിരഞ്ഞെടുക്കണം. സമരം പല രീതിയിൽ ചെയ്യും. ഇപ്പോൾ ഇവൻ പറഞ്ഞ കാര്യം, പോടാ പുല്ലേ പോലീസെ എന്ന് വിളിക്കാം, പോലീസിനെ കല്ലെറിയാം, പോലീസിൻ്റെ ലാത്തി വഴിച്ച് തിരിച്ചടിക്കുക, അങ്ങനത്തെ സമരങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ട്. അതല്ലാതെ പോലീസ് അങ്കിളെ ആ ഹെൽമെറ്റ് തരുമോ, ഞങ്ങളൊന്ന് കുളിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ബ്ലഷ് ഒക്കെ അങ്കിളിനെ കാണാൻ ക്യൂട്ടാണ്, ഹെൽമെറ്റ് ഒക്കെ തരും, അങ്ങനെയുള്ള രീതിയിലൊക്കെ. ഭയങ്കര രസമായിരുന്നു. എങ്കിലും കുറച്ച് തന്തവയുള്ള ആളുകള് ഈ കുട്ടികളുടെയൊക്കെ മേജർ ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലെ. ഇവർക്ക് ബോധമില്ല, പൊളിറ്റിക്സ് അറിയത്തില്ല കുട്ടികൾക്ക്. അത് മറ്റേ നമ്മുടെ കുടുംബങ്ങളിലുള്ള അമ്മാവന്മാരുടെ അതേ സാധനമാണ്. അല്ലാതെ അവരുടെ പരിമിതിയാണ്. അവരെന്താ വെച്ചാൽ അവർക്ക് അവരിയ്ക്കുന്ന സ്ഥലത്ത് ആ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയാനുള്ള ഒരു വളർച്ച, അത് മാനസികമായിട്ടാണെങ്കിലും ടെക്നിക്കലായിട്ടാണെങ്കിലും ഒരു വളർച്ചയെ സംഭവിച്ചിട്ടുള്ളൂ. സാങ്കേതിക വിദ്യ വളർന്നു എന്നുള്ളൊരു ബോധം അത് ഉപയോഗിക്കാനും അതുവഴി പഠിക്കാനും ഈ കുട്ടികളും വളർന്നിട്ടുണ്ടെന്ന് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ പിന്നെ കൂടുതലായിട്ട് കണ്ടതാണ്. ഇപ്പൊ കേരളത്തിൽ നിന്നായാലും അവിടെ ഉള്ളവർക്ക് ഫുഡ് എത്തിക്കാൻ വേണ്ടി സ്വിഗ്ഗി, അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു അവര്. സമരം എന്നുള്ള രീതിയിലല്ല, ന്യൂജൻ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെടും അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാം എന്ന് കാണിച്ച കൂടി ഒരു സമരം കൂടിയായിട്ട് എനിക്ക് തോന്നി. എല്ലായിടത്തും അതാണ് ഈ എല്ലാ ജനറേഷന്റെ ഒരു സപ്പോർട്ട് അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്. ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള ടെക്നോളജികളെ, ഇപ്പോൾ ഉള്ള സാമൂഹ്യ മാധ്യമങ്ങളെയും മറ്റു ടെക്നോളജികളെയൊക്കെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് വിജയം കണ്ടെന്ന് അവിടെ എത്തിയ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തിയ ഒരു സമരത്ത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനു മുമ്പ് ഇപ്പം നിർഭയ കേസ് അടക്കം പല കേസിലും, അല്ലെങ്കിൽ കർഷക സമരം, അങ്ങനെ അല്ലെങ്കിൽ നീ പറഞ്ഞ മാതിരി ഓരോ യൂണിവേഴ്സിറ്റി ജൈനിയോയിലും ജാമ്യ മിലിയയിലും ഒക്കെ നിരവധി സമരങ്ങളുണ്ടായിട്ട് അവിടെയൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വളരെ ഷോർട്ട് നോട്ടീസാണ്. ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന ഒരു കൂട്ടം രൂപപ്പെടുന്നത് ഈ 2026 മെയ്യിലാണ്. ഒരു 2 മാസം കൊണ്ട് ഇവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും അതിന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇത് ആർക്കെതിരെയാണ് ഈ പ്രൊട്ടസ്റ്റ് എന്നത് ആലോചിക്കണം. കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ ഒക്കെ പ്രബലമായ ഒരു മീഡിയമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് സോഷ്യൽ മീഡിയ പിടിക്കുകയും അതിപ്പോൾ വസ്തുത പറയാനാണെങ്കിലും വ്യാജം പറയാനാണെങ്കിലും വിദ്വേഷം പറയാനാണെങ്കിലൊക്കെ സോഷ്യൽ മീഡിയ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തൊരു സംവിധാനമാണ് ഈ രാജ്യത്ത് സംഘപരിവാരത്തിൻ്റെത്. അതിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നോക്കിയിട്ട് നടന്നിട്ടില്ല, ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ നോക്കിയിട്ട് നടന്നിട്ടില്ല ഇതിനെ പൊളിക്കാൻ. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ ഈ സോഷ്യൽ മീഡിയ മേൽക്കോയ്മയാണ് അവരെ താങ്ങി നിർത്തുന്നതും അവരെ വിജയിപ്പിക്കുന്നതും. അതിനെ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ, ഈ ഒരു 2 മാസം കൊണ്ട് അതിനെ അങ്ങ് പൊളിച്ചടുക്കി. ഇപ്പോൾ വേണമെങ്കിൽ വിജയിച്ച ഒരു സമരം, എനിക്കതിനകത്ത് വ്യക്തിപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും വിജയിച്ച ഒരു സമരം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് അത് ജൻസി ആയതുകൊണ്ട് തന്നെ പറ്റിയതാണ്. ആ കാര്യം അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം അവരുടെ ടൂൾ ഇതാണ്, അവരുടെ ആയുധം ഇതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു മില്ലേനിയൽസോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആളുകളാണെങ്കിൽ ആദ്യം ഒരു ബാനർ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് അടിച്ച് വെക്കാം, നമുക്കൊരു പ്രകടനം സംഘടിപ്പിക്കാം എന്നായിരിക്കും ആദ്യം അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് ജൻസി ആയതുകൊണ്ട് മറ്റേ ജൂഡിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ മുഴുവൻ സമയവും മറ്റേ വാട്സപ്പിൽ തോണ്ടിയിരിക്കുന്നവനാണ് പ്രളയം വന്നപ്പോൾ ആദ്യമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആക്ച്വലി അതൊരു ഫാക്റ്റാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രളയത്തിൽ ജൻസിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ആദ്യം അങ്ങനെയായിരുന്നു. കുറേ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു, അതിലൂടെ ആളുകൾ അലേർട്ട് ചെയ്യുന്നു. എന്നെ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം അതാ, ഇപ്പുറത്തെ സൈഡിലുള്ളത് സെൻട്രലിൽ പവറിലുള്ള, അതില് ഈ സോഷ്യൽ മീഡിയക്കും ക്യാമ്പയിൻസിനും വേണ്ടി കോടിക്കണക്കിന് രൂപ ഫണ്ടുള്ള ഒരു പാർട്ടിയും, ഇപ്പുറത്തെ സൈഡിൽ ഇതൊന്നും ഇല്ലാത്ത, ആക്ച്വലി പറഞ്ഞ ഒരു കറക്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടിയിൽ ഒന്നും വരുന്ന കുട്ടികളല്ല, ഇങ്ങനെ പലയിടത്ത് സ്കാറ്റേർഡ് ആയിട്ട്, രാജ്യം മൊത്തം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു യൂത്ത്. അവരുടെ കയ്യിലുള്ള ആകെയുള്ള 2 സ്ട്രെങ്ത്, ഒന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോലുള്ള ടൂൾസിൽ നല്ല നോളജ് ഉണ്ട്, 2 അവരുടെ നമ്പർ, ഇത്രയും യൂത്ത്. പക്ഷെ ആ
യൂത്ത് ഒരുമിച്ച് വന്നു ഈ ഒരു കോസിന് വേണ്ടി എന്നുള്ളതാണ്. ഇപ്പൊ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, അപ്പൊ അവരുടെ ലൈഫിന് ഉത്തരം പറയണം എന്നുള്ള ആ ഒരു കോസിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആൻഡ് ഇതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരം നറേറ്റീവ്സ് ഇറക്കി നോക്കി, സോഷ്യൽ മീഡിയ വഴി തന്നെ ഇവർ വേറെ ക്യാമ്പയിൻസ് നടത്തി നോക്കി. പക്ഷെ അതെല്ലാം നെറ്റ്വർക്ക് ജാമിംഗ്, അതെ, നെറ്റ്വർക്ക് ജാമിംഗ് നടത്തി നോക്കി, ഓരോ ആപ്പായിട്ട് നിരോധിച്ചു നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും പക്ഷെ ഇവരതിനെ എല്ലാം ഒന്നല്ലെങ്കിൽ വേറെ വഴിയിൽ കൂടെ അതിനെല്ലാം അതിജീവിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അവർ അൺഎംപ്ലോയിഡ് അല്ലെന്നും ബിസിനസ് ഉള്ളവരും അല്ലെന്ന് തെളിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ നെറ്റ്വർക്ക് ജാമിംഗ് ഒക്കെ നടത്തുമ്പോൾ നെറ്റ്വർക്ക് ഇല്ലാതെ എങ്ങനെ അവർക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താം എന്ന് വെച്ചാൽ അവർ പുതിയ പുതിയ ആപ്പുകൾ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ട്. അവരങ്ങനെ ഓരോ എന്താണ് കണ്ടുപിടുത്തലായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് തോന്നിയത് അതാണ്. അതായത് BJP കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വന്ന ഒരാളുകളാണ്. അപ്പം എന്നിട്ടും തന്തമാരെന്നും തന്തമാരാണ്, ജെൻസി ആണെന്ന് കൃത്യമായിട്ട് തെളിയിച്ചു. അതായത് ഈ ടൂൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ നമ്മളാണ്. തന്തമാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ആ തന്തമാരെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ജെൻസിയിലാണ്, ഈ ടൂൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഞങ്ങളാണെന്നുള്ള രീതിയിൽ തന്തമാരെയൊക്കെ തോപ്പിച്ചിരിക്കുകയാണ്. ഈ തന്തമാര് ജെൻസി എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ആരോപണം, ജെൻസീസ് മുഴുവൻ ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്നവരാണ്, ഇവർക്ക് രാഷ്ട്രീയ ബോധമില്ല. ആക്ച്വലി അവരങ്ങനെയല്ല, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അറിയാം, ഇത് തന്നെ ടൂളായിട്ട് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള ഒരു ഡയമെൻഷൻ. അത് ഗംഭീര സാധനമാണ്, ഈ രാജ്യത്തിനെ കുറിച്ച് പ്രതീക്ഷ നൽകുന്ന സാധനമാണ്. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലടക്കം ഉയർന്നു കേട്ട ഏറ്റവും അരാഷ്ട്രീയമായിട്ടുള്ളൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. നമ്മൾ പണിയെടുത്തുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അത് ജെൻസി ആണേലും തന്തയാണേലും നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് മനസ്സിലായി. ആ കുട്ടികൾ തന്നെ അത് മനസ്സിലാക്കി രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഈ രാജ്യത്തിന് നൽകുന്ന വലിയൊരു പ്രതീക്ഷ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജെൻസിക്ക് രാഷ്ട്രീയം അറിയാമെന്നും മനസ്സിലായില്ലേ? നിങ്ങളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുമെന്ന് പറയുമ്പോൾ അതിന് പാസ്പോർട്ട് ഒരു പൗരത്വരേഖയാണല്ലോ. അപ്പൊ ആ ബോധം അവർ കൊണ്ട് ഈ നാട്ടിൽ നടക്കുന്നതിന് അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ജെൻസിക്ക് എപ്പോഴും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിയുമായിട്ട് യോജിച്ച് പോവാത്തതായിരിക്കും, പക്ഷെ അവർക്ക് അവരുടേതായ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ സ്ത്രീകളെ അപമാനിക്കുന്നിടത്ത് സൗണ്ട് അവരുടെ വോയിസ് ഉയർത്തണമെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് വിമുക്തമായ നാടായിരിക്കണം, അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട്. ചിലപ്പോൾ അത് ഈ ജെൻസിക്കുള്ള പൊളിറ്റിക്സ് എക്സിസ്റ്റിംഗ് പാർട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവരതിന് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഇതിൽ തന്നെ ഞാൻ അത് പറയുമ്പോൾ തന്നെ ഈ ഓർമ്മ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്, അതായത് കേരള ഇലക്ഷൻ്റെ സമയത്ത് കുറേ ഇൻഫ്ലുവൻസേഴ്സും അല്ലാതെ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ സ്റ്റോറി നോക്കുമ്പോൾ അവർ ഓരോ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊട്ടസ്റ്റ് വന്ന സമയത്ത് അവരുടെ എല്ലാവരും ഇങ്ങനെ CJP സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും താഴെ വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് LDFനല്ലേ പറഞ്ഞത്, UDFനല്ലേ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ തലമുറ സപ്പോർട്ട് ചെയ്ത് ഇന്ന പാർട്ടിയല്ല, ഞങ്ങളുടെ പൊളിറ്റിക്സുമായിട്ട് യോജിച്ച് പോകുന്ന ആരാണോ അവരെയാണ്. അവർ തെറ്റ് ചെയ്താൽ ഞങ്ങൾ തെറ്റാണെന്ന് തന്നെ പറയും, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവരോട് യോജിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഞങ്ങൾ, പക്ഷെ ഞങ്ങൾ ഇന്ന പാർട്ടിയിലുള്ളതാണ്, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നായിരുന്നു അവരുടെ വാദം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാരും ഇല്ല കേട്ടോ, പക്ഷെ ഒരുപാട് പേര് ഇറങ്ങി കണ്ടിട്ടുണ്ട്. ചില പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ അത് നമുക്ക് പറയാനില്ല. ഒരു പ്രസ്താവന കൊണ്ട് 5.7 മില്യൺ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് ഇപ്പൊ റീസെന്റ് 5.3 മില്യൺ, 4 ലക്ഷം ആൾക്കാരാണ് അതിൽ നിന്ന് പോയിരിക്കുന്നത്. അല്ല, ഇത് സ്ട്രാറ്റജി ആയിരുന്നു. നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിലക്കെടുത്ത് അവർ വഴി കാര്യങ്ങൾ പറയാന്നുള്ള, മേ ബി അതായിരിക്കാം. പക്ഷെ അത് ഇപ്രാവശ്യം പാളി എന്നുള്ളതാണ്. കാരണം നാഷണൽ ലെവലിലും കുറെ ആളുകൾ എക്സ്പോസ് ചെയ്തു, നമുക്ക് പൈസ തന്നെന്ന് പറഞ്ഞത്. പാളി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പാളി. ഒന്ന്, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിലക്കെടുക്കാനുള്ള സംവിധാനം പാളി. ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ ഈ സമരത്തിനെതിരായിട്ടായിരുന്നു. ഏറെക്കുറെ വളരെ തുച്ഛമായ 1-2 മീഡിയാസ് ഒഴിവാക്കി എല്ലാം സമരത്തിനെതിരായിട്ടായിരുന്നു. അത് പാളി. പിന്നെ ഇത്തരം പ്രൊട്ടസ്റ്റുകൾക്കകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അവിടെ മറ്റേ വർഗീയതയും കമ്മ്യൂണലിസം ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സാധാരണ സംഘപരിവാരം നടത്താറുള്ളത്. ആ ശ്രമം എല്ലാം പാളിയല്ലോ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ വേറൊരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ കുറച്ച് വിഷ്വൽസ് കിട്ടാൻ വേണ്ടി ഞങ്ങളന്ന് യൂട്യൂബിൽ തിരഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിലോ അവരുടെ ലോഗോ അടക്കമുള്ള വിഷ്വൽ വേണം. ഒരു മെയിൻ സ്ട്രീം മീഡിയയിലും പോലീസ് ബ്രൂട്ടാൽ എല്ലാം നേരെ തിരിച്ചാ. സമരക്കാർ പോലീസിനെ കല്ലെറിയുന്നു, സമരക്കാർ പോലീസിനെ ആക്രമിക്കുന്നുള്ളൂ. ആ രീതിയിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞ
ടോട്ടലി നെഗറ്റീവ് ആയ സിറ്റുവേഷൻ. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ അവിടെ തന്നെ വിഷ്വൽസ് കൃത്യമായിട്ട് അവരുടെ ഒരു മീഡിയ ആക്കി സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഇത് സമരക്കാർ ഭയങ്കര പ്രശ്നക്കാരും, ഇപ്പുറത്ത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ റിയാലിറ്റി അല്ല, സമരക്കാരല്ല പ്രശ്നം എന്ന് മനസ്സിലാവും. ആ രീതിയിൽ അതാ നേരത്തെ പറഞ്ഞത്, സംഘപരിവാരം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച അവരുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം, അതേ ആയുധം അതിനേക്കാൾ ഗംഭീരമായിട്ട് അവർക്കെതിരെ തിരിച്ച് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പൈസ കൊടുത്ത് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നവർക്കൊക്കെ ഫോളോവേഴ്സ് ഒക്കെ കുറയുന്നതൊക്കെ മനസ്സിലായത് നല്ല കാര്യമാണ്. ഒരു കാര്യമാണ് അല്ലേ, അതായത് ഇപ്പൊ നിങ്ങള് അവിടെ ഇവിടെയും തൊടാതെ വന്ന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് പോയാൽ ചിലപ്പോൾ ഇതിനു മുമ്പുള്ളവര് അയാൾ അത്രയും പറഞ്ഞല്ലേ എന്ന് വെച്ച് പറയും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ് പറയാം, അല്ലാണ്ട് ഈ അവിടെ എവിടെയെങ്കിലും തൊടാതെ പറയണ്ട എന്ന് ഉള്ളവരാണ് നാട്ടിലുള്ളത്. ഈ BJP-യിലുള്ള കുറെ എക്സിസ്റ്റിംഗ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇലക്ഷനൊക്കെ നിന്ന് അവർ വന്നിട്ട് ഒരു സമയം വന്നിട്ട് ഈ പ്രൊപ്പഗണ്ട പ്രകാരം അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവരിടുന്ന പോസ്റ്റ് ഞങ്ങള് ഈ പ്രൊട്ടസ്റ്റിന് അഗെയിൻസ്റ്റ് ആണ്. അത് ഡീകോഡ് ചെയ്യാൻ ഇനി എന്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് അറിയത്തില്ല, അത് മനസ്സിലായിട്ടില്ല. അതിന് പുതിയ സാങ്കേതികവിദ്യ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ കൊണ്ടുവരുന്നത് എല്ലാരെ കൊണ്ടും ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയിക്കാൻ ഫോഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ വേറൊരു വിജയം. ഇവര് വിചാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തു, അത് നെഗറ്റീവ് രീതിയിലാണ്, ഭയങ്കരമായിട്ട് നെഗറ്റീവ് രീതിയിലാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമാണ് എന്നുള്ളതായിരുന്നു ഈ ജെൻസീസിന്റെ ഒരു ധാരണ പൊതുവെ. അതുകൊണ്ടാണ് നീ നേരത്തെ പറഞ്ഞ ഞാൻ പാർട്ടിക്കാരനൊന്നുമല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരനാവാൻ നിങ്ങൾ പാർട്ടിക്കാരനാവണ്ട. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, അല്ലാതെ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ ഞാൻ ഇടപെടേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ബോധം ജെൻസിക്ക് വന്നു, അവർ ഇടപെട്ടു എന്നുള്ളത് ഈ സമരത്തിന്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമരത്തിന്റെ ഒരു ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സമരം ഒരു അവസാനം എന്നല്ല, ഇതൊരു തുടക്കം കുറിച്ചാണ്. ആളുകൾ ഒരുമിച്ച് വരാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു 2 പോയിന്റ് പറയാം. ഒന്ന് നീ പറഞ്ഞ മറ്റേ ഫണ്ടിങ്, വിദേശ ഫണ്ടിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ ജൻസി നേരത്തെ പറഞ്ഞാൽ ഭയങ്കര സറ്റേറിക്കലായിട്ട്, ശരിയാണ്, എനിക്കിന്ന് വീട്ടിൽ നിന്ന് വരാൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ എന്നുള്ള ഫണ്ട് വന്നിട്ടില്ല, ഒരു ബൈറ്റ് കണ്ടായിരുന്നു, പാകിസ്ഥാൻ എന്നുള്ള ഫണ്ട് വന്നിട്ടില്ല, തിരിച്ചു പോകണമെങ്കിൽ നേപ്പാളിൽ നിന്ന് ഫണ്ട് വന്നിട്ട് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര സറ്റേറിക്കലായിട്ട് അവരെ പൊളിച്ചു. ഷീ ജിൻപിങ്ങിനെ വിളിക്കുന്നൊക്കെ ഉണ്ട്, ആ രീതിയിൽ ഒന്ന് അതിനെ പൊളിച്ചു. 2 ഇതിന്റെ യഥാർത്ഥ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മിലേനിയൽസിനും മുതിർന്ന തലമുറയ്ക്ക് അവകാശപ്പെട്ട, നേരത്തെ പറഞ്ഞ കേരളത്തിൽ നടക്കം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നു. ഫണ്ട് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിനൊരു ബാക്കപ്പ് എന്നുള്ളത് ഈ പറഞ്ഞവർ എല്ലാവർക്കും അവകാശപ്പെട്ടാൽ. 2 നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത സാധനം, കക്ഷി രാഷ്ട്രീയമുള്ള പാർട്ടികൾ, അത് ഇടതുപക്ഷം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, അവരുടെ ഒരു ബാക്കപ്പും വളരെ വൃത്തിയായിട്ട് ഈ സമരത്തിനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ, സാധാരണ ഇങ്ങനെ ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചെന്ന് അതങ്ങ് ഏറ്റെടുക്കുന്നത്, ഞങ്ങളാണ് ജയിച്ചത്. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ SFI ആയാലും ASF ഒക്കെ ആണെങ്കിലും അവരിതിൻ്റെ ഏറ്റെടുത്തില്ല. ഇത് CJPയുടെ സമരമാണ്, ഇതിന്റെ കൂടെ നിൽക്കുന്നു, അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സംഘപരിവാരത്തിന് അനുകൂലമായിട്ട് അവരത് പൊളിറ്റിക്കൽ ഉപയോഗിക്കുന്നു മനസ്സിലായിക്കൊണ്ട് കോൺഗ്രസ് ആണെങ്കിൽ പോലും കോൺഗ്രസ് ഈ സമരത്തിലോട്ട് വന്നില്ല. അവർ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പോയിട്ടാണ് രാഹുൽ ഗാന്ധിയൊക്കെ സമരം ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഉത്തരവാദിത്തം എല്ലാവരും കാണിച്ചു. നമ്മുടെ കുട്ടികൾ അങ്ങ് ഇറങ്ങിയേക്കുവാണ്, എന്നാൽ അവർക്ക് മുഴുവൻ സപ്പോർട്ട് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഭയങ്കര ഉത്തരവാദിത്തം കാണിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. സാധാരണ പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സാധാരണ ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോഴാണ് എല്ലാവരും, അതായത് എല്ലാ രീതിയിലുള്ള എല്ലാ ലെവലിലുള്ള ആൾക്കാരും സെലിബ്രിറ്റീസ് എല്ലാം വരുന്നത്. പക്ഷെ ഈ ഒരു പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ ഇതങ്ങ് ഡൽഹിയിൽ നടക്കുന്നതാണ്. ചിലരെ ബാധിക്കാൻ, ചിലരെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ സെലിബ്രിറ്റീസ് എല്ലാവരും ഒന്നടങ്കം, മെജോറിറ്റി എല്ലാവരും ഞാൻ പറയുന്നില്ല, മെജോറിറ്റി ആൾക്കാരും കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലായാലും എല്ലാവരും സൽമാൻ ഖാനും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ കുറച്ച് ബാലൻസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അഭിപ്രായം പറഞ്ഞു. വിവരമുള്ളവരും ഹൃദയമുള്ളവരും ഒക്കെ ഇറങ്ങി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇപ്പൊ കുറച്ചുകൂടെ ഹൃദയമുള്ളവരും. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു പരിപാടി നമ്മൾ മറ്റേ മാത്യു തോമസ്, പുള്ളി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ അവിടെ വന്ന് പുള്ളി ആ പരിപാടിയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് പറഞ്ഞു പോകാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ വിഷയം പറയുന്നത്. എനിക്ക് തോന്നുന്നു അയാൾ ആദ്യമായിട്ടായിരിക്കും പബ്ലിക്കിൽ വന്ന് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. പുള്ളി തന്നെ പറയുന്നത് ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ സെലിബ്രിറ്റീസ് എല്ലാം വന്ന് ഒരു പിന്തുണ കൊടുത്തു എന്നുള്ളതൊക്കെ നോട്ടീസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് സത്യമായിട്ടും. പിന്നെ എത്ര ഉത്തരവാദിത്വപരമായാണ് അവർ ഈ സമരം കൊണ്ടുപോയതും അതിപ്പം അവസാനിച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാനിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ അവര് നിന്നിരുന്ന സ്ഥലം, ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ഇടുക എന്നുള്ളതായാലും, പിന്നെ അവര് ഇടയ്ക്ക് ഈ സമരം മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ജേർണലിസ്റ്റിനെ കളിയാക്കുന്ന ഒരു വീഡിയോ ഇറങ്ങി. പക്ഷെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ അവര് പോയിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അപ്പം എല്ലാ കാര്യത്തിലും അവര് കുറച്ചും കൂടെ അവരെ നമുക്കും മാതൃകയാക്കാം എന്ന രീതിയിൽ
മുതിർന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങി, ഇവര് കൊള്ളാലോ, പിള്ളേര് കൊള്ളാലോ എന്ന് ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഒരു കാര്യം ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, സോനം വാങ്ചുക് എന്നൊരു പേര് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അദ്ദേഹം ഇതിലൊരു വലിയ പോയിന്റ് ആണ് അല്ലെ. ഒരു അദ്ദേഹത്തിന്റെ ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങിയത് പിന്നെയാണ് ഇതിലൊരു നാഷണൽ അറ്റൻഷൻ കിട്ടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പുറകില് ഈ പറഞ്ഞ പോലെ ഒരു സമാധാനപരമായ സമരത്തിന് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളത് വലിയ കാര്യം. ഈ സോനം വാങ്ചുക് മാത്രമല്ല, ഈ പറഞ്ഞ രാഷ്ട്രീയ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇപ്പോൾ പ്രകാശ് രാജ് വന്നിരുന്നു, ഷബാനാസ്മി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന ആളുകളിലേക്ക് അവർ ഇപ്പം എന്തായാലും പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ അവരൊക്കെ എടുത്തൊരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സമരമല്ല, ഇത് നിങ്ങളുടെ സമരമാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നല്ല. ആരും ഇത് ഓൺ ചെയ്തില്ല. ഇപ്പോൾ ഇടതുപക്ഷം, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ആണെങ്കിലും ARM ആണോ, എല്ലാവരും അവിടെ ഫുൾ ടൈം ഉണ്ട്. എല്ലാ പാർട്ടിയുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഈ രാജ്യം എങ്ങനെ ആയിരിക്കണമെന്ന് പണ്ട് അംബേദ്കറും നെഹ്റുവും ഗാന്ധിജിയൊക്കെ വിഭാവനം ചെയ്ത ആ ഒരു സംവിധാനത്തെ മൊത്തം പൊളിക്കാനാണ് ഇവിടെ സംഘപരിവാരം ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, ആ സംവിധാനം തന്നെയാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സമരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഇത് ഓൺ ചെയ്യാൻ ചെന്നില്ല. എനിക്ക് തോന്നി ഇനിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ, ഈ സമരമല്ല, ഈ ഒരു CJP അല്ലെങ്കിൽ ഈ ഒരു ജൻസി മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാവി. ഇപ്പോൾ നേരത്തെ റഹന പറഞ്ഞു ഇതൊരു വിജയമാണ്. ഞാൻ വിജയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ തുടക്കം എന്നുള്ള വാക്കാണ് എനിക്ക് ഇഷ്ടം. ഇതൊരു തുടക്കമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സമരങ്ങളും വിജയമാണ്. ഒരു സമരവും പരാജയപ്പെട്ടതല്ല. എല്ലാ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിജയമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സമരം വിജയമാണ്. പക്ഷെ ഇതൊരു തുടക്കമാണ്. കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായിട്ട് ഈ രാജ്യത്ത് നടക്കാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നു. ഇവിടുത്തെ ഇടതുപക്ഷം ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, പല രീതിക്ക് ശ്രമിച്ചാൽ കർഷക സമരം പോലെയുള്ള പല രീതിക്ക് ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം ഈ രാജ്യത്ത് നടന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. കാര്യം ഇനിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരാനുണ്ട്. ഈ പറഞ്ഞ ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഡീലിമിറ്റേഷൻ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ട് ഒറ്റ ഇലക്ഷൻ ആക്കാൻ പോകുന്നു. എല്ലാം ഉണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പൗരത്വ ബിൽ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട്. അത്തരം വിഷയങ്ങൾ ഇനി വീണ്ടും പൊന്തി വരികയാണെങ്കിൽ ഈ ഒരു കൂട്ടം ഇറങ്ങുമോ? അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? 2, ഈ സമരത്തിൻ്റെ ഫോളോ അപ്പ്. ഇവരെ ഇപ്പം എല്ലാം സമരം വിജയിച്ചു, അവരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. പക്ഷേ നമുക്കറിയാം, അംഗീകരിക്കുക മാത്രമല്ല അവരെ വേട്ടയാടുന്നൊരു നിലപാടിപ്പുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഇവർ ഇപ്പോൾ സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് പോർട്ടൽ അവിടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. അവരതിനകത്ത് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് പോലീസിന്റെ ബ്രൂട്ടാലിറ്റി എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇവരതിനെ ഫോളോ അപ്പ് ചെയ്ത് എന്തൊക്കെയാലും അതിന് ആ ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നവർ ഇവരെ നിൽക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു രീതി നിൽക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അതായത് ജൻസികളെല്ലാവരും നമുക്കൊരു ആവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഈ 21 പേര് ഒരു രീതിയിൽ ഈ സമരപന്തലിലേക്ക് ചെന്നു പറയും. അവിടെ ചെന്ന് കൃത്യമായി മുദ്രാവാക്യം വിളിക്കുന്നു, മോദിക്കെതിരെ വിളിക്കുന്നു, മോദിയെ കളിയാക്കുന്നു, അല്ലെങ്കിൽ BJP ആളുകളെയൊക്കെ കളിയാക്കുന്നു. ഈ ആളുകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിട്ട് സംഘടിതമായിട്ട് ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വാണ്ടഡ് എന്ന് പറഞ്ഞ് വെക്കുന്നു, ടാർഗറ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയും എങ്ങനെയാണ് കൊച്ചു പിള്ളേരല്ലേ, അപ്പൊ അവരത് എങ്ങനെയാണ് അതിനെ നേരിടുന്നതും കൂടെ ഒരു കാര്യമാണ്. അതിന് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. ബാക്കപ്പ് ഇല്ല. അവർ ഇൻഡിവിജ്വലായിട്ട് എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡൽഹി പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല, ആ ഒരു അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ ഇവർ ഇനിയുള്ള ഈ സമരത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ ഇനിയുള്ള സമരങ്ങളിൽ ഇവർ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഒറ്റ സമരം ചെയ്ത് വന്നപ്പോൾ തന്നെ എന്നെ സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇനി ഞാൻ ഈ പണിക്ക് പോകുന്നില്ല എന്നാണോ? അല്ല, ഞാൻ എന്തായാലും പൊളിറ്റിക്സിൽ ഇടപെട്ടു, ഇതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന യുവതലമുറ ജൻസീസ് ഇനിയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുമോ? അങ്ങനെ ഒരു ചോദ്യം ഈ സമരം അവശേഷിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ വീണ്ടും ഷാറ്റേഡായി പോയ ഒരു കൂട്ടം വീണ്ടും മറ്റേ താനാ ചേർന്ന കൂട്ടം എന്ന് പറയുന്ന പോലെയാണല്ലോ, അങ്ങനെ വന്നൊരു കൂട്ടമാണ്. ആ കൂട്ടം വീണ്ടും ചേരുമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം ബാക്കിയുണ്ട്. എന്തായാലും എനിക്കിതിൽ ശ്രീനാഥേട്ടൻ ഇതൊരു തുടക്കമായിട്ടാണ് തോന്നുന്നതെങ്കിൽ എനിക്കിതൊരു ഹോപ്പായിട്ടാണ് തോന്നുന്നത്. ഒരു 10-12 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നടന്നു. അപ്പം ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ സംഘടിക്കാനും സമരം ചെയ്യാനും യുവതലമുറ ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ആൻഡ് അവരൊരുമിച്ച് വന്നാൽ ചിലതൊക്കെ നടക്കുമെന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഈ സമരം എന്ന് പറയുന്നത് ഒരു ഹോപ്പാണ്. നടന്നു എന്നല്ല മാത്രമല്ല, ഈ ഭരണകൂടം ഭയന്നു എന്ന് തന്നെ പറയണം. സാധാരണ സമരങ്ങൾ ഒരു വിലയും കൊടുക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. പക്ഷെ അവർ ഇതിനെ അംഗീകരിക്കേണ്ടി വന്നു, ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി രാത്രി ഒരു വീഡിയോ
ഒരു ആംഗിൾ, പ്രത്യേക ആംഗിളൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്, അതും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ആംഗിൾ പോലും. ആ ഒരു സ്ട്രാറ്റജി വന്നു ഇറക്കേണ്ടി അതുപോലെ വന്നു ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയിൽ പോകാൻ കുറേ പേർക്ക് പറ്റിയില്ല, പറ്റുന്നവരൊക്കെ പോയി തിരിച്ചു വന്ന് നോക്കി. പക്ഷെ എന്നിരുന്നാലും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കോഴിക്കോടായാലും കൊച്ചിയിലായാലും ട്രിവാൻഡ്രത്ത് നമ്മളെ മാനവീയത്തൊക്കെ അവർ ചെറിയ ചെറിയ രീതിയിൽ അവരുടേതായ രീതിയിൽ നല്ലൊരു ജനക്കൂട്ടം നമ്മൾ സാധാരണ കാണുമ്പോൾ അവിടത്തേന് പകരം ഇവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് ചെറിയൊരു കൂട്ടം. പക്ഷെ ഇത് നല്ലൊരു വലിയൊരു കൂട്ടം തന്നെ ആൾക്കാരോട് ചേർന്ന് അവരുടേതായ രീതിയിൽ ഇവിടെ ഓരോരോ ജില്ലകളിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് നല്ലൊരു പ്ലസ് പോയിന്റ് കൂടിയാണ്. ഇനി എവിടെയെങ്കിലും ഒരു അനീതി ഉണ്ടാകുമ്പോൾ, നമ്മുടെ ക്ലാസ് റൂമുകളിലോ വീടുകളിലോ ഒക്കെ അനീതി നടക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ടോ അതിനെതിരായിട്ട് സംസാരിക്കാനും ആ വിക്ടിംസിന്റെ കൂടെ നിൽക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഈ സമരം. അത് പ്രൂവ് ചെയ്ത് കാണിച്ചു. അപ്പൊ ഇനി അതുണ്ടാവുമെന്ന് എന്നുള്ളത് അങ്ങനെ നിഷ്ക്രിയരായിട്ട് ഇരിക്കേണ്ടവരല്ല, അവർ ഇടപെട്ട് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് മുതിർന്നവരുടെ മാത്രം ചുമതലയല്ല, രാജ്യത്തെ നയിക്കേണ്ടത് യുവാക്കൾ തന്നെയാണ്. അത് പണ്ട് അംബേദ്കർ പറഞ്ഞതാണ്, രാജ്യത്തെ നയിക്കേണ്ടത് യുവാക്കളാണ്. ആ യുവാക്കളെ കൊണ്ട് അത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അത് ഇവിടെ ഈ ഒരു സമരത്തോടുകൂടി അവസാനിച്ച് പോകാതെ ഇനി വരുന്ന വിഷയങ്ങളിലും സമരം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇനി ഒരുപാട് വിഷയങ്ങൾ വരാനുണ്ട്. അതിലെല്ലാം സമരം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അഭിപ്രായം ഉണ്ടായിരിക്കുക, അത് അഭിപ്രായം ഉറക്കെ പറയുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു തുടക്കമാണിത്. ഇപ്പോൾ എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒന്നുകൂടി ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഉള്ളൊരു തുടക്കം കൂടിയാണ്. ഈ വിഷയവും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു മന്ത്രി രാജിവെച്ചതുകൊണ്ട് ഒരു പ്രശ്നം തീരുന്നില്ല. മന്ത്രി രാജിവെച്ചു, ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരുന്നു, ഒരു പേഴ്സൺ മാത്രമേ മാറുന്നുള്ളൂ, സിസ്റ്റം മാറിയിട്ടില്ല. ഇപ്പോൾ ഇതിനുവേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതി എത്ര കണ്ട് ഫലപ്രദമായിരിക്കും? ഇപ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ പുറത്താണല്ലോ. എന്തായാലും എനിക്ക് പേഴ്സണലി ഒരു ആശങ്കയുണ്ട്. കാര്യം ഈ നമ്മുടെ കേന്ദ്രഭരണം നിയോഗിച്ചൊരു സമിതിയാണ്. അവർ ബയാസ്ഡ് അല്ലാതെ ഈ വിഷയം എടുക്കുകയും അതിൽ നടപടി എടുക്കുകയും ചെയ്യുക എന്നുള്ളത് എടുത്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. നമ്മുടെ അനുഭവങ്ങളുടെ പുറത്താണ്. അപ്പോൾ അത്തരം ഫോളോ അപ്പുകൾ ഇനി ആവശ്യമാണ്. ഈ സമിതി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നീറ്റ് വിഷയത്തിൽ തന്നെ ഉള്ള ആശങ്കകൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കണം. വളരെ സുതാര്യമായ കുട്ടികൾക്ക് നീതി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അത്തരത്തിലുള്ള ഫോളോ അപ്പ് ഈ സമരത്തിനും ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ സമരത്തിന് ഗ്ലോബലി ഉണ്ടായ അറ്റൻഷനാണ്. എല്ലായിടത്തേക്കും BBC കൃത്യമായിട്ട് ഇടപെടുന്നു. അങ്ങനെ ഗ്ലോബലി ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. ഗ്രേറ്റ തൻബർഗ് ഇംഗ്ലണ്ടിൽ വെച്ച് പറയുന്നു. അപ്പോൾ ഞാൻ അതിന് തിരിച്ചുള്ള ഇപ്പുറത്തോടുള്ളൊരു കാര്യം ആലോചിക്കുന്നത്, നമ്മുടെ ആളുകൾ ഇപ്പോൾ കൊറിയൻ സിനിമ കാണുന്നു, കൊറിയൻ ഡ്രസ്സ് ചെയ്യുന്നു, റാപ്പ് കാണുന്നു, ഇതിനെയൊക്കെ കുറച്ച് ആളുകളെങ്കിലും മോക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഗ്ലോബലി നടക്കുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ പണ്ട് പുസ്തകം വായിച്ച് ഹിസ്റ്ററി പുസ്തകത്തിൽ വായിച്ച സമരങ്ങളെയും കാര്യങ്ങൾ, ഇപ്പോൾ നേപ്പാളിൽ സമരം നടന്നത്, മറ്റുള്ളിടത്ത് സമരം നടക്കുന്നത്, പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലാം പെട്ടെന്ന് ഈ ആളുകളിലേക്ക് എത്തുകയും അവരതിനെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി, ആ മെത്തേഡ്സിനെയൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത കാര്യമാണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ഒന്നും പഠിച്ച നമ്മളെ സിലബസിൽ പഠിച്ച സാധനങ്ങളൊന്നും അല്ല, ചെയ്ത കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് പോകണം, അങ്ങനെ ഇതൊന്നുമില്ല. അതൊക്കെ ഒന്നൊരു ചിലപ്പോൾ ഫുട്ബോൾ കാണുമ്പോൾ ജപ്പാനിലെ ആളുകൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സിനിമകളൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കാം. ഇതെല്ലാം അവർ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക കൂടി ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ പറയുന്ന അമിതമായ ദേശീയതയാണ്. സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ അജണ്ട അതാണ്, ദേശീയത. അപ്പോൾ ഈ ദേശീയതയുടെ ഒരു ചട്ടക്കൂട് പൊളിച്ചിട്ട് സാർവദേശീയത എന്നുള്ള യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ട ഒരു കാഴ്ചപ്പാടിലേക്ക് പുതിയ ജനറേഷൻ പോകുന്നു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ഒരു ഭയങ്കര പോസിറ്റീവ്നെസ്സാണ്. ഈ കുട്ടികൾക്കാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. നീ പറഞ്ഞ ഒരു കൊറിയൻ പാട്ടുകൾ കാണുന്നു, ഇപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം, അതുപോലെ ലോകത്ത് നടക്കുന്ന നല്ലതുകളെല്ലാം പെട്ടെന്ന് കാണാനും അതിലേക്ക് എത്താനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ജനറേഷനാണ്. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അതിന് പറ്റിയ ശക്തമായൊരു ആയുധമാണ്. അവർ രാഷ്ട്രീയം അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. അതാണ് ഈ സമരം തരുന്ന ഒരു സാർവദേശീയ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയുടെ യുവത്വം എത്തുന്നു എന്നുള്ളതാണ് ഈ സമരം തരുന്ന ഏറ്റവും വലിയൊരു പ്രതീക്ഷ.